ഹായ് ഹലോ. അപ്പോൾ ഏത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെയെങ്കിലും അശ്വിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ ഒരു വിവാഹം എന്തിനാണെന്നും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവായിട്ട് എന്തിനാണ് ജീവിക്കുന്നത് ആ ഒരു കാര്യം അശ്വിനെ പറഞ്ഞ് മനസ്സിലാക്കി കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ലാവണ്യ ശ്രമിക്കുന്നത്. അപ്പോൾ അശ്വിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ലാവണ്യ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ലാവണ്യയുടെ ഈ ഒരു മാറ്റത്തോടു കൂടി ശ്രുതിയാണ് ഇതിന്റെ പിന്നില് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ഇനി ശ്രുതി ലാവണ്യെ മാറ്റി എന്നറിയുമ്പോൾ അശ്വിൻ ഇനി എന്തൊക്കെയായിരിക്കും ശ്രുതിയോട് ഇനി പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി അശ്വിനും ശ്രുതിയും തമ്മിൽ എന്തൊക്കെ പോരായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ശ്യാമിനോട് ശ്രുതി നന്ദിയൊക്കെ പറയുന്നുണ്ട്. കാരണം തന്റെ അച്ഛനെയും അമ്മയും ഇങ്ങോട്ട് കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പെട്ടെന്നൊന്നും അവർ വരുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്, നന്ദി എന്നൊക്കെ ശ്രുതി ശ്യാമിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോഴാണ് ശ്യാം തിരിച്ച് ശ്രുതിയോട് പറഞ്ഞത്, നിങ്ങൾക്കൊരു സന്തോഷമാകാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്, മനസ്സിൽ കുറച്ച് റിലീഫ് ആവാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ അമ്മയും ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് മാത്രമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അമ്മ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ശ്രുതിയുടെ അച്ഛന് വയ്യ എന്തോ അസുഖമുണ്ട്, അങ്ങനെ ചെറുത് ശാരീരികമായിട്ട് വയ്യ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അമ്മായി അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അപ്പൊ അതും കൂടി കൊണ്ടാണ് അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും ഇവിടെയാണ് കുറച്ചുകൂടി ചികിത്സയ്ക്കൊക്കെ നല്ലത്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ആകുമ്പോഴത്തേക്കും എല്ലാവരുടെയും കൺവെട്ടത്ത് നിൽക്കുമല്ലോ, അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നുള്ള കാര്യം ശ്യാം അവിടെ എല്ലാവരോടും പറയുന്നുണ്ട്. അങ്ങനെ അച്ഛനും അമ്മയും വന്നതിന്റെ സന്തോഷവും പിന്നെ അതിന്റെ മുന്നോടിയായിട്ട് ചെറിയ ചെറിയ തമാശകളും കാര്യങ്ങളാണ് ഇപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയുടെയും അച്ഛൻ്റെ അമ്മയുടെയും വരവില് ശ്രുതിക്കും പ്രീതിക്കും ഒരുപാട് സന്തോഷമാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതേ മറിച്ച് ഇവിടെ ലാവണ്യക്ക് ചെറിയൊരു സങ്കടവും കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. കാരണം ലാവണ്യയുടെ ഈ ഒരു മാറ്റത്തിൽ അശ്വിന് ഒരുപാട് ഞെട്ടിപ്പോയി. കാരണം പെട്ടെന്ന് ഇത് ലാവണ്യ ഇങ്ങനെ മാറിയപ്പോൾ ശ്രുതിയെ അനുകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അശ്വിന് മനസ്സിലായി. അപ്പൊ അതിന്റെ കൂടെ തന്നെ ലാവണ്യ കുറച്ച് കാര്യങ്ങൾ അശ്വിനോട് പറയണം എന്ന് പറഞ്ഞ് എല്ലാവരും വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ ലാവണ്യ അശ്വിനോട് പറയുന്നുണ്ട്, കല്യാണം എന്തിനാണ് കഴിക്കുന്നതെന്നും എനിക്ക് ആഗ്രഹമാണ് അശ്വിന്റെ ഭാര്യയായിട്ട് കല്യാണം കഴിച്ച് ജീവിച്ച് നിന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുക, നിന്റെ കാര്യങ്ങൾ നോക്കുക, എന്നിട്ട് നമ്മൾ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീ എനിക്കത് നടത്തി തരണം. അതുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ ചോദിക്കുവാണ്, നിനക്ക് എന്നെ കല്യാണം കഴിക്കാമോ എന്ന്. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ നമ്മുടെ ലാവണ്യ അശ്വിനെ പ്രൊപ്പോസ് ചെയ്യുവാണ്. അങ്ങനെ പ്രൊപ്പോസ് ചെയ്തത് കേട്ടിട്ട് മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ലാവണ്യ ഇങ്ങനെ മാറണമെന്നും ഈ കുടുംബത്തിന്റെ ചിട്ടവട്ട കാര്യങ്ങളെല്ലാം പഠിച്ചിരിക്കണം, അങ്ങനെയാണ് മുത്തശ്ശി ഒരുപാട് ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ ഇത്രയും പെട്ടെന്നും അതും കുറച്ച് ദിവസം വരെയും ലാവണ്യയുടെ ഇത് കാര്യത്തിൽ ഒരു മാറ്റവും വരാത്തതുകൊണ്ട് മുത്തശ്ശി വഴക്ക് പറഞ്ഞില്ല, അഞ്ജലിയോടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഒരു നിമിഷം കൊണ്ട് തന്നെ പെട്ടെന്ന് ലാവണ്യക്ക് ഇങ്ങനെ മാറ്റം സംഭവിച്ചപ്പോൾ ഒരുപാട് സന്തോഷം മുത്തശ്ശിക്കുണ്ട്. അങ്ങനെ ആ ഒരു സന്തോഷം അഞ്ജലിയോട് പറയുകയും ശ്രുതി ഇത്ര പെട്ടെന്ന് ലാവണ്യെ മാറ്റിയെടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് മുത്തശ്ശി അവിടെ അഞ്ജലിയോട് പറയുന്നുണ്ട്. അപ്പൊ അശ്വിന് മനസ്സിലായി ലാവണ്യ എന്തുകൊണ്ട് ഇങ്ങനെ മാറിയെന്നും ശ്രുതിയാണ് ഇതിന്റെ പിന്നില് എന്ന് അശ്വിന് മനസ്സിലായി. അപ്പൊ അശ്വിൻ നേരെ ഒന്നും ലാവണ്യോട് യെസ് ആണെന്നോ നോ ആണെന്നോ ഒന്നും പറഞ്ഞില്ല, ഒരു മറുപടിയും പറയാതെ അശ്വിൻ അങ്ങ് നേരെ പോവാണ്. പക്ഷെ അതില് ലാവണ്യ സങ്കടപ്പെട്ടിരുന്നപ്പോഴും അവിടെ അഞ്ജലി പറഞ്ഞത്, നീ വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല, കാരണം അവന് യെസ് ഒന്നും പറഞ്ഞിട്ടില്ല, അവൻ നോ എന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഇനി കുറച്ചുകൂടി നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. എന്തായാലും നിന്റെ ഈ ഒരു മാറ്റമാണ് മുത്തശ്ശി ഒരുപാട് ആഗ്രഹിച്ചിരുന്നത്, നിന്റെ ഈ ഒരു മാറ്റത്തിൽ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ ലാവണ്യെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ അഞ്ജലി പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരു സംസാരങ്ങളും കാര്യങ്ങളും സന്തോഷത്തോടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സമയത്ത് ശ്രുതി തന്റെ വീട്ടുകാരോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെലവഴിക്കുകയും പിന്നെ അവരുടെ സന്തോഷ നിമിഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ശ്യാം താൻ പുറത്തോട്ട് പോകുന്നതും എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാനും ശ്യാം സാറിൻ്റെ കൂടെ പുറത്തു പോയിക്കോട്ടെ, എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു എന്ന് ശ്രുതി അവിടെ അമ്മായിയോടും എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോൾ നീ പോയിക്കോ, എന്തായാലും ശ്യാം നല്ല ആളാണ്, അവനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കണ്ടും ചെയ്യും എന്ന് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി പോവാനായിട്ട് ഇറങ്ങുന്ന സമയത്താണ് ലാവണ്യ ശ്രുതിയെ വിളിക്കുന്നത്. എന്നിട്ട് അവിടെ നടന്ന സംഭവങ്ങൾ ശ്രുതിയോട് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ആ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ യെസോ നോ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ സന്തോഷം ഉണ്ടെന്നൊക്കെ ലാവണ്യ പറയുന്നുണ്ട്. അപ്പൊ ശ്രുതി പറയുകയാണ്, എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം മാഡം, എന്തായാലും ഇതുവരെ ആയല്ലോ, നോ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അതിൽ ഒരുപാട് സന്തോഷമുണ്ട്, എന്നാലും നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും, ഉറപ്പാണ് എന്ന് ഒരു ഉറപ്പൊക്കെ കൊടുത്തിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ഒരു കോൾ വരുന്നത്. അപ്പൊ അത് ആരാണെന്ന് നോക്കുമ്പോഴാണ്
നമ്മുടെ അശ്വിനാണ് വിളിക്കുന്നത്. അശ്വിൻ വിളിച്ചതിന് ശേഷം ശ്രുതി വഴക്ക് പറയുകയാണ്. പക്ഷെ തന്റെ അമ്മയും അച്ഛനും ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കും അശ്വിൻ വഴക്ക് പറയുന്നതാണ് എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങോട്ട് ജോലിക്ക് വിടാനായിട്ട് അവർ സമ്മതിക്കത്തില്ല എന്ന് ശ്രുതിക്ക് അറിയാം. അതുകൊണ്ട് ശ്രുതി കളിച്ച് ചിരിച്ച് തന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ലാവണ്യ മാഡത്തിനോട് സംസാരിക്കുന്നത് പോലെയാണ് കളിച്ച് ചിരിച്ച് സംസാരിക്കുന്നത്. അപ്പൊ അവിടുന്ന് അശ്വിൻ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ എന്ത് ഉദ്ദേശിച്ചിട്ടാണ്, നീ ആരാണെന്നാ നിന്റെ വിചാരം, നിന്റെ ഉദ്ദേശങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല, ലാവണ്യെ മാറ്റാനായിട്ട് നീ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ നല്ല ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴെല്ലാം ശ്രുതി ഇതെല്ലാം കേട്ട് ചിരിച്ച് ചിരിച്ച് സന്തോഷത്തോടെ ഫോൺ വെക്കുന്നുണ്ട്. അപ്പൊ അവർ ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ഇത് ലാവണ്യ മാഡം വിളിച്ചതാണ്, എന്തായാലും ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പക്ഷേ അശ്വിന് മനസ്സിലായി എന്തായാലും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ശ്രുതിയാണ് ഇതിന് പിന്നിൽ എന്ന് അശ്വിന് മനസ്സിലായി. എന്തായാലും അവൾക്കുള്ള കാര്യം ഞാൻ കൊടുത്തോളാം എന്ന് അശ്വിൻ മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ ശ്യാമിന്റെ കൂടെ ശ്രുതി പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് പുറത്ത് വന്നതിന് ശേഷം ശ്യാമിന് ശ്രുതി പൈസ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അമ്മയും ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്റെ ആ ഒരു ടിക്കറ്റിന്റെ പൈസയാണെന്ന് പറയുകയും, എന്നാൽ ശ്യാം ആദ്യം വേണ്ടാന്ന് പറയുന്നുണ്ട്. പക്ഷേ തനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഈ പൈസ ഞാൻ തരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് എന്ന് ശ്രുതി പറയുകയും, എന്നാൽ എനിക്ക് ഇപ്പോൾ വേണ്ട, പിന്നെ മതി, പക്ഷെ ഞാൻ ശ്രുതിയോട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു കാര്യം പറയും. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ശ്രുതിക്ക് സമ്മതമാണെങ്കിലോ ആ ഒരു ടൈമിൽ ശ്രുതി എനിക്ക് പൈസ തന്നാൽ മതി. എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ചായയാണ്, ആ ഒരു സമയത്ത് ഞാൻ പറയാം എന്തായാലും. അങ്ങനെ ശ്രുതി അത് കാര്യമാക്കാതെ ഇങ്ങനെ സന്തോഷത്തോടെ പോകുന്നുണ്ട്. എന്തായാലും ശ്യാമിന്റെ ചതിയിൽ പെടുത്താൻ വേണ്ടിയിട്ട് ശ്യാം ഒരുപാട് തന്ത്രങ്ങൾ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അശ്വിൻ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലാവണ്യ വരികയും എന്നിട്ട് അശ്വിന് വേണ്ടിയിട്ട് ഫുഡ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ലാവണ്യയുടെ ഈ ഒരു വരവും പിന്നെ അതിന്റെ പേരിൽ അവിടെ സ്റ്റാഫ് എന്തായാലും കല്യാണം കഴിക്കാൻ പോകുന്നതല്ലേ, അപ്പോൾ പിന്നെ അതിന്റെ പേരിൽ കളിയാക്കുമ്പോൾ അശ്വിന് ദേഷ്യം വന്നു. ലാവണ്യ നീ എന്താ കാണിച്ചത്, നീ ഇപ്പൊ തന്നെ ഇത് കൊണ്ട് തിരിച്ചു വീട്ടിൽ പോയിക്കോ, ഫുഡൊന്നും എനിക്ക് വേണ്ട, ഞാൻ എന്തായാലും അവിടെ വന്നിട്ട് നിന്നോട് കാര്യം പറയാമെന്ന് പറഞ്ഞ് ലാവണ്യെ വഴക്കുറഞ്ഞ് അങ്ങോട്ട് വീട്ടിലോട്ട് വിടുവാണ്. അതിനുശേഷം വൈകിട്ട് തന്നെ അശ്വിൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ പിറകെ ലാവണ്യ തന്റെ അശ്വിന്റെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ തേച്ച് മടക്കി കൊണ്ടുവന്നിട്ട് ഇതിൽ ഏത് ഡ്രസ്സാണെന്ന് വെച്ചാൽ എടുത്തോ, ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുകയും, എന്നാൽ നീ എന്തിനാ എന്റെ പിറകെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എന്റെ കാര്യങ്ങൾ നോക്കി ചെയ്യുന്നത്, നീ രാവിലെ കോഫി കൊണ്ടുവന്നു, പിന്നെ ഇത് ഫുഡ് കൊണ്ടുവന്നു, ഇപ്പോൾ ഡ്രസ്സ് കൊണ്ടുവന്നു, എന്നാ നിന്റെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ എന്റെ സ്റ്റാൻഡ് എങ്ങനെയാണ്, എന്റെ തീരുമാനം എങ്ങനെയാണെന്ന് മുൻകൂട്ടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ, നിന്റെ മനസ്സിലുള്ളതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇനി മേലാല് നീ ഇതൊന്നും പറഞ്ഞുകൊണ്ട് എന്റെ മുന്നിൽ വരരുത്, കല്യാണം ഒന്നും നമ്മളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് അശ്വിൻ ലാവണ്യ അയക്കുന്നുണ്ട്. എന്തായാലും അശ്വിന്റെ മനസ്സ് മാറ്റാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ലാവണ്യ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം ശ്രുതിയും തന്റെ അച്ഛനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി തന്റെ അച്ഛന്റെ വിശേഷങ്ങളൊക്കെ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛനാണെങ്കിൽ ഒരുപാട് സങ്കടമാണ്, കാരണം തന്റെ മക്കളെ നോക്കേണ്ട സമയത്ത് അച്ഛനെ നോക്കാനായിട്ട് സാധിക്കുന്നില്ല, കടവും കാര്യങ്ങളൊക്കെ കൊണ്ട് നോക്കാൻ പറ്റില്ല, ഇപ്പോൾ അച്ഛൻ അസുഖവും. അപ്പൊ അതിന്റെ പേരിൽ ശ്രുതിയാണ് തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നത്. അപ്പൊ എനിക്കതിൽ ഒരുപാട് സങ്കടമുണ്ടെന്നൊക്കെ ശ്രുതിയോട് പറയുകയും, എന്നാൽ ഞാൻ ജീവിക്കുന്നത് പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതിലും എനിക്ക് ഒരു സങ്കടവും ഇല്ല എന്ന് ശ്രുതി പറയുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ലാവണ്യയുടെ ഈ ഒരു മാറ്റത്തിന് പിന്നിൽ ശ്രുതിയാണ് എന്ന് അശ്വിന് ഉറപ്പാണ്. പിന്നെ ഇതിന്റെ പേരിൽ ഇനി അശ്വിനും ശ്രുതിയും തമ്മിൽ എന്തൊക്കെ തർക്കങ്ങളും വഴക്കുകളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ബൈ.